GOAT, GOAT, the greatest of all time, starring തളപതി വിജയ് ആസ് എ വെങ്കട് പ്രഭു ഹീറോ. ഈ സിനിമ കാണാൻ പോണതിന് മുന്നേ നിങ്ങളുടെ മനസ്സിൽ ഇതൊരു സയൻസ് ഫിക്ഷൻ മൂവി എന്നൊക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് മാറ്റി വയ്ക്കുക. ഒരു അഴകിയ തമിഴ് മകൻ എന്ന സിനിമ പ്രതീക്ഷിച്ച് കയറിയാൽ മതി. ശരിയാണ്, ഒരു ഡിഫറെന്റ് വിജയ് മൂവിയൊക്കെ തന്നെയാണ്, പക്ഷേ ഓൾഡ് സ്കൂൾ സ്റ്റോറി ടെല്ലിംഗ് ആയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വെങ്കട് പ്രഭു ഇന്റർവ്യൂവിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശരിയാണ്. ഒന്നാമത്, ഇതുവരെ കാണാത്ത വിജയനെ നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അത് വളരെ വളരെ ശരിയാണ്. വിജയ് ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ഹാർഡ് വർക്കും ആ എഫേർട്ടും എല്ലാം എവിഡന്റ് ആണ് ആ കംപ്ലീറ്റ് പെർഫോമൻസിൽ. അത്രയും കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുറെ ലേയർഡായ ക്യാരക്ടേഴ്സാണ്, അത് വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിന് താങ്ക്സ് ടു വെങ്കട് പ്രഭു, വിജയുടെ ബെസ്റ്റ് തന്നെ കാണിച്ചതിന്. പിന്നെ വിജയ് നന്നായിട്ട് തന്നെ ആക്ഷൻ സീക്വൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു പെർഫോമൻസ് എല്ലാം വാവായിരുന്നു. രണ്ടാമത്തെ കാര്യം വെങ്കട് പ്രഭു പറഞ്ഞത്, ആദ്യം മുതലേ സ്ക്രീൻ പ്ലേ അൺപ്രെഡിക്റ്റബിൾ ആണെന്നാണ്. ശരിയാണ്, കുറച്ചൊക്കെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നന്നായിട്ട് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുവാണെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്ലേ വളരെ മോശം അനുഭവം തന്നെയാണ് കിട്ടിയത്. ആ റൈറ്റിംഗും എക്സിക്യൂഷനും തീരെ ഒത്തുപോകാത്തൊരു ഫീലാണ് കിട്ടിയത്. നമ്മളൊരു സംഭവം അല്ലെങ്കിൽ വലിയൊരു സംഭവം എഴുതുവാണെങ്കിൽ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ഇട്ട് തന്നെ ആ ഓരോ സീൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. പക്ഷെ അല്ലാണ്ട് നമ്മൾ അവിടേക്ക് CG ഒക്കെ ചാർത്താൻ പോയി കഴിഞ്ഞാൽ പണി അറിയുന്ന ആളാണെങ്കിൽ നന്നായിട്ട് വർക്കൗട്ട് ആവും, പക്ഷേ അല്ലെങ്കിൽ ചീറ്റിപ്പോവും. മാനടമ സിനിമയുടെ തന്നെ മനസ്സിലായതാണ് വെങ്കട് പ്രഭു എന്ന ഡയറക്ടറിന് ഈ CGI പരിപാടിയൊന്നും വലിയ കാര്യത്തിൽ അറിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് കംപ്ലീറ്റ്ലി ചീറ്റിപ്പോയി. വളരെ മോശം CGI ആൻഡ് VFX വർക്ക്സ് തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പടത്തിൽ ഇൻട്രോ സീക്വൻസ് വളരെ ദുരന്തമായിരുന്നു. അതേപോലെ തന്നെയാണ് ക്ലൈമാക്സിലെ ഫൈറ്റ് സീക്വൻസും ഭയങ്കര വീക്കായിട്ടാണ് തോന്നിയത്. DOP, എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ്, ടെക്നിക്കൽ ടീം എല്ലാവരും വളരെ പൂവർ വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വെങ്കട് പ്രഭു കുറച്ചും കൂടെ ബെറ്റർ ടീമിനെ എങ്കിലും സെറ്റ് ആകായിരുന്നു. അതാണ് ഏറ്റവും വലിയ സങ്കടം തോന്നിയത്. വിജയ് എന്നൊരു ആക്ടറിനെ ഡേറ്റ് ചെയ്തിട്ട് എങ്ങനെ റൈറ്റിംഗ് ആൻഡ് മേക്കിംഗ് ഇത്രയും പൂവറായി പോയെന്ന്. അത്രയും ലോ ക്വാളിറ്റി മേക്കിംഗ് ആണ് നമുക്ക് കുറേ സീൻസിന് നമുക്ക് അനുഭവപ്പെടുന്നത്. വെങ്കട് പ്രഭു പറഞ്ഞത് ഒരു കംപ്ലീറ്റ് വെങ്കട് പ്രഭു സിനിമയാണെന്ന്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു മാനാട്, മങ്കാത്ത പോലത്തെ ഒരു സിനിമയാണ്. എന്നാൽ ഇന്ത്യൻ 2 പോലത്തെ വെറുപ്പിക്കണ ഫീലൊന്നും കിട്ടിയില്ല. കണ്ടിരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ തന്നെയാണ് കംപ്ലീറ്റ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഫാക്ടേഴ്സാണ് വിജയുടെ പെർഫോമൻസും കുറെ കിടിലൻ ക്ലാപ്പ് വിത്ത് ദി മൊമെന്റ്സും സെക്കൻഡ് ഹാഫിലെ ഫേസ് ഓഫ് സീക്വൻസസും കോമഡി ആക്ഷൻ സീക്വൻസസ് എല്ലാം. മ്യൂസിക് ബൈ യുവൻ ശങ്കർ രാജ. ഫസ്റ്റ് ഹാഫിലെ മ്യൂസിക് ഭയങ്കര വീക്കായിട്ടാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫിലാണ് പിന്നെയും യുവൻ ശങ്കർ രാജ ബെറ്റർ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറൊരു നല്ല കാര്യം തോന്നിയത്, മോസ്റ്റ്ലി ഒരു വിജയ് സിനിമ നമ്മൾ കാണുവാണെങ്കിൽ അതിലെ ബാക്കി എല്ലാ ആക്ടേഴ്സും ഭയങ്കര സൈഡ് ലൈനായിട്ട് പോകാറാണ് പതിവ്. പക്ഷെ ഇവിടെ എല്ലാവർക്കും നല്ല സ്ക്രീൻ സ്പേസ് കിട്ടണം. അത് വളരെ നല്ല കാര്യമായിട്ട് തന്നെ തോന്നി. പ്രശാന്ത്, പ്രഭുദേവ, സ്നേഹ, അജ്മൽ, ജയറാം, യോഗി ബാബു എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ അവരുടെ ക്യാരക്ടേഴ്സിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല റോളും കിട്ടിയിട്ടുണ്ട്. ആകെ വീക്കായിട്ട് തോന്നിയത് പഴയ മൗനരാഗം എന്ന സിനിമയിലെ ആക്ടർ മോഹൻ. ആ ഒരു പെർഫോമൻസ് വലിയ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് തോന്നിയില്ല. അതേപോലെ തന്നെ മീനാക്ഷിയുടെ ക്യാരക്ടറും എനിക്ക് അത്രയും കൺവിൻസിങ് ആയിരുന്നില്ല. മീനാക്ഷിയുടെ നെക്സ്റ്റ് മൂവി സൂൺ തന്നെ വരും, ലക്കി ഭാസ്കർ ദുൽഖറിന്റെ കൂടെ. ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഹാർഡ് കോർ വിജയ് ഫാൻ ആണെങ്കിൽ മിസ് ചെയ്യേണ്ട തന്നെ കാണുക. നല്ല വിജയ് അടിപൊളി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്കി നോർമൽ ആൾക്കാർക്ക് ഇതൊരു ആവറേജ് അനുഭവം തന്നെയായിരിക്കും കിട്ടുന്നത്. ഞാനൊരു ഫാനായിട്ട് പോലും എനിക്കൊരു ഡീസൻറ്റ് വാച്ചായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്.